പലരും പറയുന്നുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ തന്നെ വീഡിയോ കാണാൻ കഴിയുന്നില്ല, ലേറ്റ് ആയിട്ടാണ് കാണാൻ കഴിയുന്നത്, ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ ശേഷമായിരിക്കും ഞങ്ങൾ വീഡിയോ കാണുന്നത്, എന്താണ് ഈ കാരണം എന്നുള്ളതൊക്കെ ചോദിച്ച് പലരും മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെയുള്ളവരോടാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് 4 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വിട്ടുപോകരുത്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട്. നാലാമത്തെ കാര്യം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഐഡിയും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് ജോബ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് തന്നെ ലഭിക്കും, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് നോക്കാം ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന്. ഏഴ് കമ്പനികളിലേക്കാണ് നമുക്ക് ജോലി ഒഴിവുകളുള്ളത്. അപ്പോൾ ഈ 7 കമ്പനികളിലേക്കും ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. നമുക്ക് ഇന്റർവ്യൂ ഡേറ്റിനനുസരിച്ച് തന്നെ പറഞ്ഞു പോവാം. ആദ്യത്തെ ഇന്റർവ്യൂ നടക്കുന്നത് 2-ാം തീയതിയാണ്. ഫെബ്രുവരി 2-ാം തീയതി സൗദി അറേബ്യയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സൗദി അറേബ്യയിലേക്ക് ഡെലിവറി ഡ്രൈവർ വേക്കൻസി ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായം 40 വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും ആവശ്യമില്ല, ക്വാളിഫിക്കേഷനും പ്രശ്നമില്ല. നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ ഡെലിവറി ഡ്രൈവറായിട്ട് ജോലി ചെയ്യാവുന്നതാണ്. സൗദി ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം തന്നെ കമ്പനി നിങ്ങൾക്ക് എടുത്തതിന് നിങ്ങൾക്ക് ഉള്ള വേണ്ട മാനദണ്ഡം ഇതൊക്കെയാണ്. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ്, ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം, 40 വയസ്സിന് താഴെ ആയിരിക്കണം പ്രായം. 1500 സൗദി റിയാലായിരിക്കും നിങ്ങൾക്ക് ബേസിക് സാലറി ഉണ്ടാവുക. കൂടാതെ കമ്മീഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ അക്കോമഡേഷനും ഉണ്ടായിരിക്കും, ഫുഡ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിന്റെ ഇന്റർവ്യൂ നമുക്ക് വരാൻ പോകുന്നത് ഈ വരുന്ന 2-ാം തീയതിയാണ്. ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ 9539 നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി ഒന്ന് മെൻഷൻ ചെയ്യാൻ വിട്ടുപോരുത്. 2-ാം തീയതിയുള്ള ഇന്റർവ്യൂ കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത ദിവസമാണ് അടുത്ത ഇന്റർവ്യൂ വരുന്നത്. 3-ാം തീയതി ഫെബ്രുവരി 3-ാം തീയതിയാണ് സൗദി അറേബ്യയിലേക്ക് മക്കയിലേക്ക് ടാക്സി ഡ്രൈവറിന്റെ ഇന്റർവ്യൂ നടക്കുന്നത്. ബേസിക് സാലറി 1200 പ്ലസ് കമ്മീഷൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സാലറി ആയിട്ട് ലഭിക്കാൻ പോകുന്നത്. ബേസിക് സാലറി 1200 എന്ന് പറയുമ്പോൾ നെറ്റ് ചുളിക്കാൻ വരട്ടെ, പല ഗൾഫ് രാജ്യങ്ങളിലെയും ടാക്സി കമ്പനികൾ 400, 500, 600, 800 ദിർഹം അല്ലെങ്കിൽ റിയാലൊക്കെയാണ് ടാക്സി ഡ്രൈവർമാർക്ക് ബേസിക് സാലറി ആയിട്ട് കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ 1200 സൗദി റിയാൽ സാലറി ഉണ്ട്, ബേസിക് സാലറി. തീർച്ചയായിട്ടും ഇപ്പൊ ഡെലിവറി ഡ്രൈവർ അല്ലെങ്കിൽ ടാക്സി ഡ്രൈവർ ഇങ്ങനെയുള്ള വർക്കുകൾക്കൊക്കെ നിങ്ങൾ പണി ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിന് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയുക. നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇവിടെ മക്ക ടാക്സി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വർക്ക് ഇല്ലായ്മ ഒന്നും ഉണ്ടാവില്ല, നല്ല രീതിയിൽ വർക്ക് ഉണ്ടാവും. നിങ്ങൾ എടുത്താൽ മാത്രം മതി. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എന്തായാലും ഒരു മാസം 60,000 രൂപക്ക് മുകളിൽ ഏൺ ചെയ്യാൻ കഴിയും. ഫുഡ് ഉണ്ടാവില്ല, 12 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും, അക്കോമഡേഷനും അവൈലബിൾ ആണ്. ഇവിടെയും ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നത് മാത്രമാണ് യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത്. കൂടാതെ ഇവിടെ നിങ്ങൾക്ക് പ്രായപരിധി വരുന്നുണ്ട്. അതായത് 21-നും 45-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് അല്ലെങ്കിൽ പുരുഷന്മാരെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. ഈ വരുന്ന 3-ാം തീയതി ഫെബ്രുവരി 3-ാം തീയതിയാണ് ഇതിന്റെ ഇന്റർവ്യൂ നടക്കുന്നത്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ഈ ഒരു വേക്കൻസി ഒന്നും മെൻഷൻ ചെയ്യാൻ വിട്ടുപോരുത്. കുവൈത്തിലേക്ക് ബൈക്ക് ഡെലിവറി ഡ്രൈവർമാരെയും കാർ ഡെലിവറി ഡ്രൈവർമാരെയും ആവശ്യമുണ്ട്. കഴിഞ്ഞ വീക്കിൽ നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിന് മുന്നേയുള്ള വീക്കിൽ അല്ലെങ്കിൽ ഒരു 2 ദിവസം മുന്നേ നമുക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തും കോഴിക്കോടും ഇതിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ്. വീണ്ടും കോഴിക്കോട് ഇന്റർവ്യൂ വരുന്നുണ്ട്. ഒരു കാര്യം എടുത്ത് പറയട്ടെ, ആദ്യമേ പറയട്ടെ, തിരുവനന്തപുരത്തുള്ള ഇന്റർവ്യൂ കഴിഞ്ഞ ആളുകൾക്ക് വിസ വന്നിട്ടുണ്ട്. അത്രയും സ്പീഡിലാണ് ഈ ഒരു കമ്പനിയിലേക്കുള്ള വേക്കൻസികളിലേക്ക് വിസ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2 ഇന്റർവ്യൂ കഴിഞ്ഞു. 3-ാമത്തെ ഇന്റർവ്യൂ ഈ വരുന്ന 5-ാം തീയതി ഫെബ്രുവരി 5-ാം തീയതിയാണ് വരുന്നത്. ഈ ഒരു ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞ എല്ലാവരെയും നോമ്പിന് മുമ്പായിട്ട്, അതായത് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി ലാസ്റ്റിലൊക്കെയാണ് നോമ്പ് വരുന്നത്. ആ നോമ്പിന് മുന്നേ എല്ലാവർക്കും വിസ വരും. നിങ്ങൾ ആ ഒരു സമയം കൊണ്ട് തന്നെ കയറേണ്ടി വരും. അത്രയും സ്പീഡിൽ അല്ലെങ്കിൽ അത്രയും ഉടൻ തന്നെ നിങ്ങൾ കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് കുവൈത്തിലേക്ക് വന്നിട്ടുള്ള ബൈക്ക് ഡെലിവറി കാർ ഡെലിവറി ഡ്രൈവർ വേക്കൻസി. ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും നമുക്ക് പരിശോധിച്ച് നോക്കാം. ആദ്യം നമുക്ക് ഏത് നോക്കണം? കാർ ഡെലിവറി ഡ്രൈവറിന്റെ ഡീറ്റെയിൽസ് നോക്കണം, ബൈക്ക് ഡെലിവറി ഡ്രൈവറിന്റെ ഡീറ്റെയിൽസ് നോക്കണം. ബൈക്ക് ഡെലിവറി ഡ്രൈവറിന്റെ ഡീറ്റെയിൽസ് തന്നെ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 140 കുവൈത്ത് ദിനാറായിരിക്കും സാലറി ഉണ്ടാവുക. കൂടാതെ ഇൻസെന്റീവ്, കമ്മീഷൻ, ടിപ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കും.
കുവൈത്ത് ആയതുകൊണ്ട് തന്നെ ടിപ്സിന്റെ കാര്യത്തിലൊന്നും യാതൊരു സംശയം വേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ലഭിക്കും. അവിടെ ഡെലിവറി ഡ്രൈവർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ. 140 കുവൈത്ത് ദിനാർ സാലറി പ്ലസ് അക്കോമഡേഷൻ, ഇൻസെന്റീവ്, ടിപ്സ്, കമ്മീഷൻ, അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു മാസം 50,000 രൂപക്ക് മുകളിൽ ഏൺ ചെയ്യാൻ പറ്റും. ഇതിലേക്കുള്ള പ്രായപരിധി വന്നിട്ടുള്ളത് 21-നും 40-നും ഇടയിലായിരിക്കണം എന്നതാണ്. കൂടാതെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും മാത്രം ഉണ്ടായാൽ മതി. കുവൈറ്റ് ബൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കമ്പനി നിങ്ങൾക്ക് എടുത്തു തരും. മറ്റു വേക്കൻസി കാർ ഡെലിവറി ഡ്രൈവർ വേക്കൻസിയാണ്. ഇവിടെയും 21-നും 40-നും ഇടയിൽ പ്രായമുള്ള ഇന്ത്യൻ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുള്ളവരെയാണ് പരിഗണിക്കുന്നത്. ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. 150 കുവൈത്ത് ദിനാർ ആയിരിക്കും സാലറി ഉണ്ടാവുക. കൂടാതെ അക്കോമഡേഷൻ, ഇൻസെന്റീവ്, കമ്മീഷൻ, ടിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മാസം 50,000 രൂപക്ക് മുകളിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയും. ഇതൊക്കെ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ ഇന്റർവ്യൂ ഈ വരുന്ന 5-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. ഫെബ്രുവരി 5-ാം തീയതി. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിന്റെ ഒരു ഇന്റർവ്യൂ തിരുവനന്തപുരത്ത് കഴിഞ്ഞു, മറ്റൊരു ഇന്റർവ്യൂ കോഴിക്കോട് കഴിഞ്ഞു. ഇതിന്റെ അടുത്ത ഇന്റർവ്യൂ വരുന്ന ഫെബ്രുവരി 5-ാം തീയതിയുടെ ഇന്റർവ്യൂ കോഴിക്കോട് വെച്ച് തന്നെയാണ് നടക്കാൻ പോകുന്നത്. 3ാമത്തെ ഇന്റർവ്യൂ. ആദ്യത്തെ ഇന്റർവ്യൂ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഇന്റർവ്യൂവിന്റെ പാസ് ആയിട്ടുള്ളവർക്ക് വിസ കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. ഉടൻ തന്നെ കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരാണെങ്കിലെങ്കിൽ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, യോഗ്യത ഉണ്ടെങ്കിൽ ഉടൻ തന്നെ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഫെബ്രുവരി 5-ാം തീയതി ക്ലയന്റ് ഇന്റർവ്യൂ കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കുന്നത്. 5-ാം തീയതി കുവൈത്തിലേക്കുള്ള ഇന്റർവ്യൂ കഴിഞ്ഞാൽ 6-ാം തീയതിയാണ് നമുക്ക് അടുത്ത ഇന്റർവ്യൂ വരുന്നത്. അത് ഒമാനിലേക്കാണ്. ഒമാനിലെ ഒരു റെസ്റ്റോറന്റിലേക്ക് കുറച്ചധികം വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട്. ബർഗർ ആൻഡ് റോസ്റ്റഡ് മേക്കർ, വെയിറ്റേഴ്സ്, ക്യാഷ്യർ, ജ്യൂസ് മേക്കർ, ചാർക്കോൾ മേക്കർ, ഷവർമ മേക്കർ എന്നീ പോസ്റ്റുകളിലേക്കാണ് യുവാക്കളെ ആവശ്യമുള്ളത്. ബർഗർ ആൻഡ് റോസ്റ്റഡ് മേക്കർ പോസ്റ്റിലേക്ക് സാലറി നെഗോഷ്യബിൾ ആണ്. അതായത് ഇന്റർവ്യൂ സമയത്തായിരിക്കും കൺഫേം ചെയ്യുക. ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട്. ഇന്റർവ്യൂ സമയത്തായിരിക്കും കറക്റ്റ് സാലറി കാര്യങ്ങൾ പറയുക. ഫുഡും അക്കോമഡേഷൻ അവൈലബിൾ ആണ്. അടുത്ത വേക്കൻസി വെയിറ്റർ പോസ്റ്റിലേക്കാണ്. 110 ഒമാൻ റിയാൽ മുതൽ 140 ഒമാൻ റിയാൽ വരെ നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഫുഡ് റൂമും അവൈലബിൾ ആണ്. ക്യാഷ്യർ പോസ്റ്റിലേക്ക് 150 ഒമാൻ റിയാലാണ് സാലറി വരുന്നത്. ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. ഫുഡും അക്കോമഡേഷൻ അവൈലബിൾ ആണ്. ജ്യൂസ് മേക്കർ പോസ്റ്റിലേക്ക് 140 ഒമാൻ റിയാൽ മുതൽ 170 ഒമാൻ റിയാൽ വരെ സാലറി ഉണ്ടാവുക. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. ചാർക്കോൾ മേക്കർ പോസ്റ്റിലേക്ക് 150 ഒമാൻ റിയാൽ സാലറി. കൂടാതെ ഷവർമ മേക്കർ പോസ്റ്റിലേക്ക് സാലറി നെഗോഷ്യബിൾ ആണ്. ഇന്റർവ്യൂ സമയത്തായിരിക്കും കൺഫേം ചെയ്യുക. എല്ലാ വേക്കൻസികളിലേക്കും ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. 21-നും 35-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് എല്ലാ വേക്കൻസികളിലേക്കും പരിഗണിക്കുന്നത്. 12 മണിക്കൂർ ഡ്യൂട്ടി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. റെസ്റ്റോറന്റ് മേഖലയാണ്. അപ്പോൾ 12 മണിക്കൂറിനടുത്ത് എന്തായാലും ഡ്യൂട്ടി ഉണ്ടായിരിക്കും. എല്ലാ വേക്കൻസികളിലേക്കും ഫുഡ് റൂമും അവൈലബിൾ ആണ്. ഇതിന് ഇന്റർവ്യൂ നമുക്ക് നടക്കാൻ പോകുന്നത് ഈ വരുന്ന 6-ാം തീയതി മലപ്പുറത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്റെ വാട്സ്ആപ്പ് നമ്പറായ 9539121262 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളൂ. വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ CV അയച്ചു തരാനും മറന്നു പോരുത്. 6-ാം തീയതിയുള്ള ഇന്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്റർവ്യൂ വരുന്നത് ഈ വരുന്ന 7-ാം തീയതി ഫെബ്രുവരി 7-ാം തീയതിയാണ്. സൗദി അറേബ്യയിലേക്കാണ് വേക്കൻസി. സൗദി അറേബ്യയിലെ പ്രമുഖ ശൃംഖലകളിൽ ഒന്നായിട്ടുള്ള നിഞ്ച ഗ്രോസറി സ്റ്റോറുകളിലേക്ക് സെയിൽസ്മാൻമാരെ അല്ലെങ്കിൽ ഇൻഡോർ ലേബർമാരെ ആവശ്യമുണ്ട്. സെയിൽസ്മാൻ അല്ല, ഇൻഡോർ ലേബർ പിക്കപ്പ് വേക്കൻസിയാണ് വരുന്നത്. 1300 സൗദി റിയാലാണ് ബേസിക് സാലറി വരുന്നത്. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും ആവശ്യമില്ലാത്തൊരു വേക്കൻസിയാണ്. 12 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും. 22-നും 35-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. അതുകൊണ്ട് ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് നിഞ്ച കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ഗ്രോസറി സ്റ്റോറിലേക്ക് വന്നിട്ടുള്ള ഇൻഡോർ ലേബർ വേക്കൻസി. യാതൊരു തരത്തിലും എക്സ്പീരിയൻസ് ആവശ്യമില്ല. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മതി. 22-നും 35-നും ഇടയിലായിരിക്കണം പ്രായം എന്നത് മാത്രമാണ് ഇവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത്. താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് നിഞ്ച ഗ്രോസറി സ്റ്റോഴ്സിലേക്ക് വന്നിട്ടുള്ള ഇൻഡോർ ലേബർ അല്ലെങ്കിൽ പിക്കർ വേക്കൻസി. 7-ാം തീയതിയുള്ള ഇന്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്റർവ്യൂ വരുന്നത് 9-ാം തീയതിയാണ്. കുവൈത്തിലേക്കാണ് ഈ ഒരു വേക്കൻസികൾ എല്ലാം വന്നിട്ടുള്ളത്. ഒരുപാടധികം വേക്കൻസികൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. കുവൈത്തിലെ അൻമ ഗ്രൂപ്പിലേക്ക് ഫർണിച്ചർ ഡിവിഷൻ മേഖലയിലേക്ക് ഫർണിച്ചർ കാർപ്പന്റർ, സ്പ്രേ പെയിന്റർ, വെൽഡർ, ഫർണിച്ചർ സ്റ്റിക്കർ ഇൻസ്റ്റാളേഷൻ ടെക്നീഷ്യൻ, അതേപോലെ തന്നെ കൊറിയൻ ഇൻസ്റ്റാളേഷൻ ടെക്നീഷ്യൻ, CNC സ്പെഷ്യലിസ്റ്റ്,
ഇലക്ട്രീഷ്യൻ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത്. ഫർണിച്ചർ കാർപ്പന്റർ പോസ്റ്റിലേക്ക് 5 പേരെയാണ് ആവശ്യമുള്ളത്. 140 കുവൈറ്റ് ദിനാർ ബേസിക് സാലറി പ്ലസ് 20 കുവൈറ്റ് ദിനാർ ഫുഡിന് ലഭിക്കും. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. അടുത്ത വേക്കൻസി സ്പ്രേ പെയിന്റർ പോസ്റ്റിലേക്കാണ്, അല്ലെങ്കിൽ സ്പ്രേ പെയിന്റർ കാർപ്പന്റർ പോസ്റ്റിലേക്കാണ്. 5 പേരെയാണ് ഇവിടെയും പരിഗണിക്കുന്നത്. 140 കുവൈറ്റ് ദിനാർ സാലറി പ്ലസ് 20 കുവൈറ്റ് ദിനാർ ഫുഡിനായിട്ട് ലഭിക്കും. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. അടുത്ത വേക്കൻസി വെൽഡർ പോസ്റ്റിലേക്കാണ്. അലുമിനിയം, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അതേപോലെ തന്നെ അയൺ, ഇത്രയും മേഖലയിലേക്കുള്ള വെൽഡർമാരെയാണ് ആവശ്യം. 5 പേരെയാണ് ആവശ്യമുള്ളത്. 140 കുവൈറ്റ് ദിനാർ തന്നെയാണ് ഇവിടെയും സാലറി. 20 കുവൈറ്റ് ദിനാർ നിങ്ങൾക്ക് ഫുഡിൻ ലൈൻ ലഭിക്കും. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. അടുത്ത വേക്കൻസി ഫർണിച്ചർ സ്റ്റിക്കർ ഇൻസ്റ്റാളേഷൻ പോസ്റ്റിലേക്കാണ്. 3 പേരെയാണ് ആവശ്യമുള്ളത്. 170 കുവൈറ്റ് ദിനാർ ആയിരിക്കും സാലറി ഉണ്ടാവുക. 20 കുവൈറ്റ് ദിനാർ നിങ്ങൾക്ക് ഫുഡിനായിട്ട് ലഭിക്കും. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. 5ാമത്തെ വേക്കൻസി കൊറിയൻ ഇൻസ്റ്റാളേഷൻ ടെക്നീഷ്യൻ മേഖലയിലേക്കാണ്, അല്ലെങ്കിൽ പോസ്റ്റിലേക്കാണ്. ഇവിടെയും 3 പേരെയാണ് ആവശ്യം. 170 കുവൈറ്റ് ദിനാർ ബേസിക് സാലറി പ്ലസ് 20 കുവൈറ്റ് ദിനാർ ഫുഡിന് ലഭിക്കും. കൂടാതെ അക്കോമഡേഷൻ അവൈലബിൾ ആണ്. അടുത്ത വേക്കൻസി CNC സ്പെഷ്യലിസ്റ്റ് പോസ്റ്റിലേക്കാണ്. 3 പേരെയാണ് ആവശ്യമുള്ളത്. 170 കുവൈറ്റ് ദിനാർ തന്നെയാണ് ഇവിടെയും സാലറി. ഫുഡിന് ആയിട്ട് 20 കുവൈറ്റ് ദിനാർ ലഭിക്കും. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. അവസാനത്തെ വേക്കൻസി ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കാണ്. ഇവിടെ 3 പേരെയാണ് ആവശ്യമുള്ളത്. 140 കുവൈറ്റ് ദിനാർ ആയിരിക്കും സാലറി. ഫുഡിനായിട്ട് 20 കുവൈറ്റ് ദിനാർ ലഭിക്കും. അതേപോലെ തന്നെ അക്കോമഡേഷൻ അവൈലബിൾ ആണ്. ഇത് ഓൺലൈൻ ഇന്റർവ്യൂ വഴിയാണ് ഇതിലേക്ക് സെലക്ഷൻ നടക്കുന്നത്. എന്നാൽ വർക്ക് ചെയ്യുന്ന വീഡിയോ അത്യാവശ്യമാണ്. അതായത് നിലവിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അത് 40 വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം. ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന വീഡിയോ മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം. 40 വയസ്സിന് താഴെ വരുന്ന പ്രായം, മറ്റു യോഗ്യത കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഓൺലൈൻ ഇന്റർവ്യൂ ആണ്. നിങ്ങൾക്ക് ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ 1 മാസം മുതൽ 2 മാസത്തിനുള്ളിൽ കയറിപ്പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഈ വേക്കൻസികളെല്ലാം തന്നെ. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി, ഇതിന്റെ ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് ഈ ഫെബ്രുവരി 12-ാം തീയതിയാണ്. 12-ാം തീയതി സൗദി അറേബ്യയിലേക്കാണ് വേക്കൻസി. സൗദി അറേബ്യയിലേക്ക് ചിക്കൻ പോൾട്രിയിലേക്ക് വാൻ സെയിൽസ്മാൻമാരെ ആവശ്യമുണ്ട്. മെഗാ വേക്കൻസിയാണ്. നല്ല സാലറി കാര്യങ്ങളുള്ള വേക്കൻസിയാണ്. 2400 സൗദി റിയാലാണ് നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. പ്ലസ് കമ്മീഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം ഉണ്ടായാൽ മതി. ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും GCC രാജ്യത്തെ എനി ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ഒന്നുകിൽ ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും GCC രാജ്യത്തെ ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ വാൻ സെയിൽസ്മാൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അത് നിർബന്ധമാണ്. ഏതെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിട്ട് കാര്യമില്ല. വാൻ സെയിൽസിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 35 വയസ്സ് വരെയാണ് പ്രായപരിധി. ഒരു 37 വയസ്സ് വരെയൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ ഇന്റർവ്യൂ ഉണ്ടായിട്ട് ഇതിൽ 37 വയസ്സുള്ളവരെ പാസ്സായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഇവിടെ പ്രായപരിധി വരുന്നത് 35ആണ്. 1-2 വയസ്സ് കൂടിയായാലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇതിന് ഇന്റർവ്യൂ ഈ വരുന്ന 12-ാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഈ 35 വയസ്സിന് താഴെ പ്രായമുള്ള ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും GCC രാജ്യത്ത് ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് ലൈസൻസോ, കൂടാതെ അതിനോടൊപ്പം തന്നെ FMCG വാൻ സെയിൽസ്മാൻ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ 9539 നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. മെസ്സേജ് ഇപ്പോൾ ഈ വേക്കൻസി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോയിലും പറയുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക.